നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ നടക്കുന്നത്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ടത്തിൽ 2 റൗണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംവാദം, കഥാപാത്ര ഭാവ അവതരണം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ റൗണ്ട് ആരംഭിക്കാൻ സമയമായിരിക്കാണ്. നമുക്ക് ആരംഭിക്കാം. വജ്രവ്യൂഹം. നമ്മുടെ വജ്രവ്യൂഹത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്കൂളിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി. അപ്പൊ ആദ്യത്തെ ടീം എത്തിക്കഴിഞ്ഞു. അടുത്ത ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. GVHSS മങ്കട. അപ്പൊ 2 ടീമും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പരിചയപ്പെട്ട് തുടങ്ങാം. പേര്? ശ്രേയ. എത്രാം ക്ലാസ്സിലാ? 9. സ്നേഹ 10th-ലാണ്. ഓക്കെ. ആര്യ +1. പല്ലവി കൃഷ്ണ +1. ഇദ്ദേഹം പുതുമുഖാണ് അല്ലേ ഈ ഒരു വേദിയില്? എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? എങ്ങനെയാണ് കേട്ടിട്ട് ഇങ്ങനെ ചെയ്യണം, ഈ ഒരു വേദിയിൽ വരണം എന്ന് ആഗ്രഹം തോന്നി വന്നതാണോ അതോ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് വന്നതാണോ? അല്ല, ഇവര് 2-3 പ്രാവശ്യം വന്നു. അപ്പൊ അങ്ങനെ ആഗ്രഹം കൊണ്ട് വന്നതാണ്. അതെ അല്ലെ? ബാക്കി എല്ലാവരും ഇത്രയും റൗണ്ടിലൊക്കെ വന്ന്, നമ്മൾ ഇതുവരെ വന്നില്ല. പക്ഷെ ആദ്യത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വേദിയുടെ ഒരു എന്താ പറയാ പ്രാധാന്യമൊക്കെ അറിയാം. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആരോ ഒരാള് പദ്യപാരായണോ കവിതയോ എന്തോ ഒരു സംഭവം ഇങ്ങനെ പറയുന്ന കേട്ടല്ലോ. ആരാ അത്? ഞാനായിരിക്കും അല്ലേ? ഐശ്വര്യമായിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാലോ? ശ്രീ വേദവ്യാസ വിരചിതാത് ശ്രീമദ് ഭാഗവതാത് ഉദ്ധൃതം ബ്രഹ്മസ്തുതിം അഹമത്ര ആലപാമി. ജ്ഞാതോസി മേദ്യ സുചിരാന്നനു ദേഹഭാജാം ന ജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവ്യതികരാത് യദുരുർവിഭാസി രൂപം യദേതദവബോധ രസോദയേന ശശ്വന്നിവൃത്തതമസഃ സദനുഗ്രഹായ ആദൗ ഗൃഹീതമവതാര ശതൈകബീജം യന്നാഭിപത്മഭവനാത് അഹമാവിരാസം. വളരെ രസമായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ വല്ല കവിതയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ലൈക്ക് മലയാളം ഒക്കെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ സംസ്കൃതമായിരുന്നു. ഇഷ്ടപ്പെട്ടോ അവരുടെ? ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ ഒരു ഡിബേറ്റിൽ ഞങ്ങൾ കലക്കും. പാട്ടോ കവിത എന്താണെങ്കിൽ നിങ്ങൾ പാടിക്കോ, പക്ഷെ ഞങ്ങള് ഡിബേറ്റിലല്ലേ, ആ ചിരി കണ്ടാലറിയാം. അപ്പൊ ഏതാണ് ഇന്നത്തെ വിഷയം? ആരാണ് പറയാൻ പോകുന്നത്? ഹസ്തിനപുരിയിലെ രാജസദസ്സിൽ അപമാനിക്കപ്പെട്ട സ്ത്രീത്വം, ഇതിഹാസങ്ങളിൽ സ്ത്രീയുടെ സ്വത്വം പണയം വെക്കപ്പെടുന്നു. ഓക്കെ, ഇതാണ് സബ്ജക്റ്റ് അല്ലേ? 2 കൂട്ടരും നന്നായിട്ട് പഠിച്ചു വന്നിട്ടുണ്ടോ? സെറ്റാണ്. അനുകൂലം പ്രതികൂലം ഒക്കെ സെറ്റാണ്. അപ്പൊ റൂൾസ് എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഡിബേറ്റിന് ടോട്ടൽ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മിനിറ്റ് ആണ്. 7 മിനിറ്റിൽ ആദ്യ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലൊരു മണിയടി കേൾക്കും. ഈ മണിയടി കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ എങ്കിൽ ആ പോയിന്റ്സ് ഒക്കെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട സമയമാണ്. പിന്നെ ഡിബേറ്റ് ആണെന്ന് വെച്ച് ഭയങ്കര ബഹളം നമ്മൾ പാടില്ല, കാരണം എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. അപ്പോൾ നമ്മളുടെ പോയിന്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് ഓപ്പോസിറ്റുള്ള ടീമിനെ മനസ്സിലാക്കിക്കുക. ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം സെറ്റാണ്. അപ്പോൾ ആര് പ്രതികൂലിച്ച് സംസാരിക്കണം, ആര് അനുകൂലിച്ച് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്ന നമ്മളല്ല, സ്വാമിജിയാണ്. അപ്പം നമുക്ക് ആദ്യം അതങ്ങ് നോക്കിയാലോ? സ്വാമിജി. ശ്രീ മഹർഷി വിദ്യാലയം പട്ടാമ്പി പാലക്കാട്. ഓക്കെ, അപ്പോൾ ശ്രീ മഹർഷി വിദ്യാലയമാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത് അല്ലേ?
അടുത്തതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? അപ്പോ ഇനി പ്രതികൂലിച്ച് സംസാരിക്കേണ്ടത്. ഓക്കെ, കണ്ടുബോധിച്ചല്ലോ, എല്ലാം സെറ്റ് ആണല്ലോ. GVHSS മങ്കട മലപ്പുറം. ഓക്കെ, നന്ദി സ്വാമിജി. അപ്പം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മുടെ ഈ ഒരു ഡിബേറ്റ് റൗണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, മോഡറേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. എല്ലാവർക്കും പ്രിയപ്പെട്ട ലക്ഷ്മി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ. അപ്പോൾ ടീച്ചറെ എനിക്ക് തന്നോളൂ കുട്ടികളെ. കുട്ടികളെ ഞാൻ ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്. വിഷയത്തിനെ കുറിച്ചൊക്കെ ടീച്ചർ തന്നെ നല്ല രീതിക്ക് ഇവരെ പറഞ്ഞു കൊടുത്തോളും. ഇവരെ തല്ലുകൂടാതെ നോക്കണം. എൻ്റെ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കരുത് ടീച്ചറെ, എനിക്കത് നിർബന്ധ. ധൈര്യമായിട്ട് ഏൽപ്പിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ടീച്ചറാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണേ കേട്ടോ. അപ്പോൾ ഓവർ ടു യു. വിഷയം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിഹാസത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ഒരുപക്ഷെ ഇന്നത്തെ കാലത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ, പ്രത്യേകിച്ചും ആധുനിക കാലത്ത് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് ഇതിഹാസം എപ്പോഴും നമ്മുടെ ചിന്തയുടെ ഏറ്റവും വലിയൊരു മാനദണ്ഡമായി എപ്പോഴും നിലകൊള്ളുന്നുണ്ട്. പ്രത്യേകിച്ചും ഭാരതീയരെ സംബന്ധിച്ച് നമ്മുടെ ഇതിഹാസത്തോട് നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ട് വളരുന്ന ഒരു വ്യക്തിക്ക് ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്നും തീർച്ചയായും വന്നിട്ടുണ്ടാവും അല്ലേ? ദ്രൗപദിയുടെ സ്വത്വം, സ്ത്രീ സ്വത്വം എവിടെയൊക്കെ, എത്ര വട്ടം കൊടുങ്കാട്ടിൽ തള്ളൽ, അഗ്നിപരീക്ഷകൾ, എത്ര വട്ടം വാതിൽ കൊട്ടിയടയ്ക്കൽ, പിണ്ടമുട്ടുകൾ, നീതിവേദിയിൽ നിർത്തിക്കൊണ്ട് ഉടയാടയഴിക്കൽ, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ സ്ത്രീത്വം അതിൻ്റെ പണിക്കുറ്റം തീർത്ത് മുന്നോട്ട് വരികയായിരുന്നു. അപ്പൊ രണ്ട് പക്ഷത്തിനും കൃത്യമായി സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. നമ്മളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ഏതൊരു ഇതിഹാസങ്ങളും പുരാണങ്ങളും എടുത്തു നോക്കിയാലും അവിടെയെല്ലാം നായക സ്ഥാനത്ത് എപ്പോഴും പ്രതിഷ്ഠിക്കുന്നത് ആരെയാണ്? പുരുഷന്മാരെയാണ്. എന്നാലോ ആ പുരുഷന്മാർ ചെയ്യുന്ന എല്ലാവിധ കർമ്മത്തിന്റെയും ഫലങ്ങളായിട്ട് വരുന്ന യാതനകളും വേദനകളും ഒക്കെ സഹിക്കേണ്ടി വരുന്നത് സ്ത്രീകൾ മാത്രമാണ്. അപ്പോ ഇവിടെ നമുക്ക് പറയാൻ കഴിയും, അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യ സ്മരേ നിത്യം സർവ പാപ വിനാശനം. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അവരെ സ്മരിക്കുന്നില്ല എന്നതാണ് ചോദ്യം. നമുക്ക് ഉദാഹരണമായിട്ട് അമ്പയെ തന്നെ എടുക്കാം. അമ്പ സ്വാല്യനാലും ഭീഷ്മരാലും എല്ലാവരാലും അപമാനിക്കപ്പെടാണ്. സ്വന്തം അഭിമാനത്തെ ഓർത്താണ് സാല്യൻ അമ്പയെ തിരിച്ച് ഭീഷ്മരുടെ അടുത്ത് പറഞ്ഞയക്കുന്നത്. അവിടെയും അമ്പ അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപമാനിക്കപ്പെട്ട് സ്ത്രീകളുടെ അതേ എണ്ണത്തിൽ തന്നെ അനേക സ്ത്രീകൾ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര നാര്യസ്തു പൂജയന്തേ രമന്തേ തത്ര ദേവതാഹ എന്നറിയാം. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ മാത്രമേ ദേവന്മാർ സന്തോഷിക്കുകയുള്ളൂ. ആ വാക്കിന് അത്രയും വില നൽകിക്കൊണ്ട് തന്നെ അനേകം പുരാണ ഇതിഹാസങ്ങളിലും വേദകാലഘട്ടങ്ങളിലും അനേക സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ വിശ്വംഭാര എന്ന സ്ത്രീ ഒരു കാൽ നഷ്ടപ്പെട്ടിട്ട് പോലും കൃത്രിമ കാൽ വെച്ചിട്ടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. നരകാസുരനോട് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യുമ്പോൾ സത്യഭാമയാണ് ശ്രീകൃഷ്ണൻ രഥം ഓടിച്ചിട്ടുള്ളത്. അപ്പൊ സ്ത്രീകൾക്ക് അതേസമയം ആദരവും പുരാണ ഇതിഹാസ കഥകളിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. മഹാഭാരതത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ സത്യവതി എന്നൊരു മുക്കുവ സ്ത്രീക്ക് വേണ്ടി, ഒരു രാജകുലത്തിൽ പിറന്ന സ്ത്രീ പോലും അല്ല, ഒരു മുക്കുവ സ്ത്രീക്ക് വേണ്ടി ഭീഷ്മർ തന്റെ ഒരു രാഷ്ട്രം മുഴുവനാണ് വെടിഞ്ഞത്. ഒരു രാജ്യത്തിന്റെ വിലയാണ് അവിടെ ഒരു മുക്കുവ സ്ത്രീക്ക് നൽകിയത്. അങ്ങനെ സ്ത്രീകൾ എല്ലായ്പ്പോഴും അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്ത്രീകൾ ആദരിക്കപ്പെടുന്നത് ദേവന്മാർ സന്തോഷിക്കുകയുള്ളൂ എന്ന ആ വാക്കിന് വില നൽകിക്കൊണ്ട് തന്നെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടതിന് തുല്യമായി തന്നെ സ്ത്രീകൾ പലയിടങ്ങളിലും ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആശയത്തോടെ എന്ത് പ്രതികരിക്കുന്നു? സുഹൃത്തെ, ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ഭാഗവതത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടുള്ള മാധവിയെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അന്യപുരുഷനാലല്ല അവൾ തിരസ്കരിക്കപ്പെടുന്നത്, മറിച്ച് സ്വന്തം പിതാവിനാലാണ്. യയാതി എന്ന് പറയുന്നത് ആ മാധവിയുടെ അച്ഛനാണ്, പിതാവാണ്. ഒരു മുനി വന്ന് പറയുകയാണ്, ദാനശീലനായിട്ടുള്ള യയാതിയോട് പറയുകയാണ്, നിങ്ങളുടെ മകളെ, അല്ലെങ്കിൽ എനിക്ക് കുതിരകളെ വേണം, അതിനായി നിങ്ങളുടെ മകളെ എനിക്ക് തരുകയാണെങ്കിൽ ഓരോ പണയ വസ്തുവായിട്ടാണ് സ്വന്തം പുത്രിയെ പിതാവ് നൽകുന്നത്. മഹാഭാരതത്തിലാണ് മാധവിയുടെ കഥയുള്ളത്. എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു? മഹാഭാരത അതുപോലെ തന്നെ ദ്രൗപദിയുടെ കാര്യം, ദ്രൗപദി മഹാഭാരതത്തിലെ വസ്ത്രാക്ഷേപം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ദ്രൗപദിയെ പണയം വെക്കുന്നത് സ്വന്തം ഭർത്താക്കന്മാർ തന്നെയാണ് അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ യുധിഷ്ഠിരനെ അതിന് പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ അവർക്ക് കളി തന്നെ ഒഴിവാക്കാമായിരുന്നു. കാരണം അവിടെ ക്ഷണിച്ചത് അവരുടെ തോളിൽ കയറ്റി നടക്കുന്ന സുഹൃത്തുക്കളൊന്നുമല്ല. ദുര്യോധനൻ എങ്ങനെയാണെന്നും ഇത്രയും കാലം എങ്ങനെയാണ് അവരുടെ പെരുമാറിയതെന്ന് യുധിഷ്ഠിരനും പാണ്ഡവർക്കും നല്ല ബോധമുണ്ടായിരുന്നു. എന്നിട്ടും ആ കളികളുടെ നിയമങ്ങളെല്ലാം അവർ അംഗീകരിച്ചുകൊണ്ടാണ് ആ
കളിയിൽ പങ്കെടുത്തത്. കൂടാതെ ദ്രൗപദി എന്ന് പറയുന്നത് സൗന്ദര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ അത്രയും നല്ലൊരു സ്ത്രീ, ഒരു സ്ത്രീത്വത്തിന് മാതൃകയായിട്ടാണ് ദ്രൗപദി കാണുന്നത്. നിങ്ങൾ ദ്രൗപദി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ദ്രൗപദിയുടെ സ്വത്വം പണയം വെച്ചു എന്നാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾ തന്നെ പറഞ്ഞു ദ്രൗപദിയെ ആ സഭയിൽ, നിറഞ്ഞ സഭയിൽ അവൾ രജസ്വലയായിട്ടുള്ള സ്ത്രീ, ദുശാസൻ എന്ന് പറയുന്ന പുരുഷൻ വളരെ പിടിച്ച് കുത്തി വലിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതൊരു അത് സ്ത്രീക്കുള്ള ഏറ്റവും ഗുരുവംശീയമാണ് സുഹൃത്തേ, നേടുന്നത്. കുരുവംശത്തിലെ എല്ലാ സ്ത്രീകൾക്കും അത് സംഭവിച്ചിട്ടില്ല. അത് ദ്രൗപദിക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. എന്നാലും അപ്പൊ ദ്രൗപദിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. ദ്രൗപദിയോട് മാത്രം ഇങ്ങനെ പെരുമാറണമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു കാരണം ഉണ്ടായിരിക്കും. അവിടെ കാരണം എത്രയോ നമുക്കറിയാം, സ്ത്രീകളായിരുന്നു. ആ കാരണം സത്യവതി മുതൽ വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ വാദം തീർച്ചയായും. കാരണം മയസഭയിലേക്ക് കൗരവരടക്കം വന്നപ്പോൾ വെള്ളമുണ്ടെന്ന സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് കരുതി ദുര്യോധനൻ തന്റെ വസ്ത്രം പൊക്കി നടന്നപ്പോൾ കളിയാക്കി ചിരിക്കുകയാണ് ദ്രൗപദി ചെയ്തത്. ഒരു കുലവധുവായി പെരുമാറേണ്ട ദ്രൗപദി ഒരു ചക്രവർത്തിനി എന്ന നിലയിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ദ്രൗപദിയുടെ ഭാഗത്ത് നിന്ന് തെറ്റായ രീതിയിലുള്ള പെരുമാറ്റമാണ്. പ്രത്യേകിച്ച് ദുര്യോധനെ പോലെ ഒരാള്, താനാണ് ഏറ്റവും വലിയ ആള് എന്ന് വിശ്വസിക്കുന്ന ദുര്യോധനെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു ചിരി അയാളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കും. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ അല്ലെങ്കിൽ വലിയ സദസ്സിന് മുമ്പിൽ അപമാനിക്കപ്പെടുമ്പോഴാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ദുര്യോധനൻ അപമാനിക്കപ്പെട്ടത്. ദുര്യോധനൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുര്യോധനൻ തന്നെയാണ് താൻ ഇരിക്കുന്ന സമയത്ത് തന്റെ തുട കാണിച്ചു കൊടുത്ത് ഇവിടെ വന്നിരിക്കൂ എന്ന് പറയുന്നത്. അത് ഒരു സ്ത്രീ അപമാനിക്കലല്ലേ? നിങ്ങൾ തന്നെ പറയുന്നു നിറഞ്ഞ സഭയിലാണ് ആ സ്ത്രീയെ വലിച്ചഴിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിറഞ്ഞ സഭയിൽ വെച്ച് ആ പണ്ഡിതന്മാരും എല്ലാം ഇരിക്കുന്ന എത്രത്തോളം അനീതിയാണ് നിങ്ങൾ പറയുന്ന അതായത് അനുകൂലിക്കുന്ന ദുര്യോധനന്റെ കാര്യം തന്നെ നോക്കാം. ദുര്യോധനൻ തുടയാടി പിന്നെ പറയുന്നുണ്ട്, ദ്രൗപദിയോട് പറയുന്നുണ്ട്, എന്താ നിനക്ക് ഈ പഞ്ചപാണ്ഡവരെ എല്ലാം തന്നെ ഉപേക്ഷിച്ച് എന്റെ കൂടെ വരാമെന്ന്. വളരെ അനീതി, തേജോവധമാണ് ഒരു സ്ത്രീയെ ചെയ്യപ്പെടുന്നത്. ഇതാണോ ഭാരതധർമ്മം? ദുര്യോധന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ദുര്യോധനെ പ്രകോപിപ്പിച്ചത് ദ്രൗപദി തന്നെയാണ്. നമ്മൾ ഒരാൾ പെരുമാറുമ്പോൾ പരസ്പരം പ്രണയിക്കുന്നവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് പിഴച്ചാൽ അങ്ങോട്ട് കൊല്ലാനും കുത്താനും പോകുന്ന കാലത്ത് ഇങ്ങനെ അത്രയും ദുര്യോധനൻ എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതലേ ജ്യേഷ്ഠന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്ന അരക്കില്ലം, അതുപോലെ ഭീമനെ പുഴയിൽ തഴുത്തി നോക്കുന്നത്, അതൊക്കെ ഉദാഹരണങ്ങളാണ്. അത്തരത്തിലുള്ള ഒരാളോട് പെരുമാറുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു തന്നെ പെരുമാറണം. ഇത് നമുക്കൊരു പാഠമാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും പല ആൾക്കാർ വഴിയും ആരാണെന്ന് പോലും അറിയാത്ത ആൾക്കാരോട് നമ്മൾ നമ്മുടെ പല വിവരങ്ങളും ഷെയർ ചെയ്ത്. പക്ഷെ ഇവിടെ ദ്രൗപദി അല്ല സുഹൃത്തെ ചെയ്യുന്നത്. ദ്രൗപദി ഇവിടെ അത്രയും ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ പറയുന്നുണ്ട് ദ്രൗപദി രജസ്വലയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ നിറസഭയിൽ ഇരുന്ന കർണൻ പറയുന്നുണ്ട്, ദുശാസനം പറയുന്നുണ്ട്, രജസ്വലയായിക്കോട്ടെ, മുണ്ടെടുത്തോട്ടെ, മുണ്ടില്ലാതെയോ അവളെ ആ സഭയിൽ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കർണൻ എണീറ്റ് നിന്ന് പറയുന്നുണ്ട്, എന്താ വികർണൻ ചെറിയ വായിൽ വലിയ വർത്താനം പറയുകയാണെന്ന്. അപ്പൊ ആ സമയത്ത് കർണനും പറയുന്നുണ്ട്, എന്താ രജസ്വല വേശ്യയാണ് അവൾ എന്നൊക്കെയാണ് പറയുന്നത്. ദ്രൗപദിയുടെ പ്രതികാരം തോന്നാൻ ഒരു കാരണമുണ്ട്. അത്രയും വലിയ സ്വയംവര വേദിയിൽ വെച്ച് കർണനെ സൂതപുത്ര എന്നാണ് വിളിച്ചത്. ഒരിക്കലും ഒരു വ്യക്തിയുടെ ജാതി ഒരിക്കലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനെ ഇതാക്കുന്നതല്ല. ചെറുപ്പം മുതലേ സൂതപുത്രൻ എന്ന വിളി കൊണ്ട് തന്റെ കഴിവ് പുറത്ത് കാണിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ദാനശീലനും ആ കർണൻ അത്രയും പ്രതികാരം തോന്നുന്നുണ്ടെങ്കിൽ ദ്രൗപദിയുടെ തെറ്റ് തന്നെയാണത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു, പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല സമയത്തും ദ്രൗപദി എന്ന് പറയുന്ന സ്ത്രീ അവിടെ അപമാനിതയായ സമയത്ത് കർണൻ പറയുന്നുണ്ട്, രജസ്വല ആയിക്കോട്ടെ, മുണ്ടില്ലാതെയോ മുണ്ടെടുത്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, രജസ്വലയെ കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണൻ യുദ്ധാവസാന സമയത്ത് പറയുന്നുണ്ട്, എന്തിനേറെ ഭീഷ്മർ, കൃപർ, അതുപോലെ തന്നെ ദ്രോണർ, കർണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ കാണിച്ച ധർമ്മം ഒരിക്കലും ഉചിതമല്ല. അവിടെ പാലിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ഗതി വരുന്നത്. ശ്രീകൃഷ്ണൻ തന്നെ പണ്ഡിതനായ ഒറ്റ പോയിന്റിൽ സഭയിൽ ചെയ്ത് തെറ്റായിരിക്കാം. അതൊരു സ്ത്രീയെ ചെയ്തോണ്ട് ഇപ്പോ ഒരു പുരുഷനെയാണ് അങ്ങനെ ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. നമ്മുടെ വസ്ത്രം ഒരു പൊതുസഭയിൽ വെച്ച് അഴിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷനായും തെറ്റായ കാര്യം തന്നെയാണ്. നമുക്ക് വളരെ ശക്തമായ ചർച്ചകളായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു. എല്ലാ പോയിന്റും പറയാൻ പറ്റിയോ? നിങ്ങൾക്ക് എല്ലാം പറയാൻ പറ്റിയോ? വളരെ കൃത്യമായി നിങ്ങളുടെ രണ്ടുപേരുടെയും പക്ഷത്തിന് തുല്യ പ്രാധാന്യമുള്ള രീതിയിൽ നിങ്ങൾ വാദിച്ചിരിക്കുന്നു. ഇതിഹാസകാരന്റെ നിലപാട് ഇവിടെ എവിടെയാണെന്ന് നമുക്ക് കൃത്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദ്രൗപദി അപമാനിക്കപ്പെട്ടോ? മറ്റു പല സ്ത്രീകളും അപമാനിക്കപ്പെട്ടോ? പക്ഷെ അവർ സ്വന്തം വ്യക്തിത്വം കൊണ്ട് തിളങ്ങി നിന്നോ? നായികയ്ക്ക് പ്രാധാന്യം കിട്ടിയോ? നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വരദയെ വിളിക്കാം. വരദയുടെ കുട്ടികളെ, വളരെ മിടുക്കരായ കുട്ടികളെ, വളരെ കേടുപാടും
പക്ഷെ വളരെ ശക്തമായിരുന്നു ചർച്ച. ഈ അടി വീഴുമെന്നൊക്കെ വിചാരിച്ചു. ആണല്ലേ? ശക്തമായ ചർച്ച. ടീച്ചർക്ക് ഇവിടെ വെറുതെ നിൽക്കാൻ സമയം കിട്ടരുതെന്ന് മാത്രം എനിക്ക് ഇത് വളരെ സ്ത്രീപക്ഷവാദികളാണ്. അതെ. അപ്പൊ പിന്നെ എന്തായാലും ടീച്ചറുടെ ജോലി ടീച്ചർ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചു നേരം ടീച്ചർക്ക് റെസ്റ്റ് എടുക്കാം. ആചാര്യസഭയിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ വളരെ ശക്തമായൊരു ഡിബേറ്റ് തന്നെയായിരുന്നു. ഇവിടെ ഫെമിനിസ്റ്റുകൾ, അതും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വാദിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങളുടെ ഇത്രയും ചെറിയ കുട്ടികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അപ്പൊ എന്തായാലും കൊള്ളാം. ഇനി നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി. സംശയമില്ല, രണ്ടുപേരും വളരെ ശക്തമായിട്ട് വാദിച്ചു. അഭിനന്ദനങ്ങൾ. രണ്ടു കൂട്ടരും വിഷയത്തെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചു. അനുകൂലമായിട്ട് സംസാരിച്ചവരും പ്രതികൂലമായിട്ട് സംസാരിച്ചവരും രണ്ടും ശക്തമായിട്ടുള്ള വാദഗതികളായിരുന്നു. ഇത് സംവാദമായതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സത്യത്തിൽ എത്തിച്ചേരുക എന്നാണ്. എന്തുകൊണ്ടാണ് കർണൻ എന്ന മഹത് വ്യക്തിത്വം ജന്മനാ തന്നെ സൂര്യഭഗവാന്റെ പുത്രനാണെന്നാണ് വിശ്വാസം. ആ അനുഗ്രഹം ഏറ്റുവാങ്ങി പ്രകാശപൂരിതമായിട്ടുള്ള മനസ്സ്, അതുള്ള ഒരു ഘട്ടത്തിൽ ദുര്യോധനനെ പോലും അഡ്വൈസ് ചെയ്ത് ഉപദേശിച്ച വ്യക്തിയാണ് കർണൻ. ദുര്യോധനൻ്റെ ചില കുത്സിതമായിട്ടുള്ള പെരുമാറ്റം, ദുര്യോധനൻ്റെ ചില വാക്കുകൾ കേട്ടിട്ട് കർണന് പറയേണ്ടി വന്നു, ഇയാൾ ചിന്തിക്കുന്നത് സമ്യക്കായിട്ടല്ല, ശരിയായിട്ടുള്ള ചിന്താഗതിയല്ല ദുര്യോധനൻ്റെ എന്ന് ദുര്യോധനൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു. പക്ഷേ അതേ കർണൻ തന്നെയാണ് ഈ സഭയിൽ വെച്ചിട്ട്, ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടന്ന സഭയിൽ വെച്ചിട്ട് വികർണൻ്റെ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. വികർണൻ പറഞ്ഞു, ഇത് ശരിയല്ല, കാരണം സ്ത്രീക്ക് അടിമയാകണോ വേണ്ടയോ എന്നുള്ള നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ കർണൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ കുലം കുത്തിയാണ്, ഇവൻ കുലത്തെ നശിപ്പിക്കാനായിട്ട് വന്നവനാണ്. വികർണനെ പറ്റി പറഞ്ഞതാണ്. അത്ര നീചമായിട്ടുള്ള രീതിയിലാണ്, ഹീനമായിട്ടുള്ള രീതിയിലാണ് കർണൻ അവിടെ വെച്ച് സംസാരിച്ചത്. അതുകൊണ്ട് ഇതിഹാസകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഏതായാലും കുട്ടികൾ രണ്ടു വിഭാഗക്കാരും വളരെ ഭംഗിയായിട്ട് വാദിച്ചു, സംവദിച്ചു, സത്യത്തിലെത്തി എന്ന് പറയാം. ഓക്കെ, അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ. രണ്ട് വിഭാഗത്തിൽപ്പെട്ട സ്കൂളിലെ കുട്ടികളും മംഗള സ്കൂളിലെയും മഹർഷി വിദ്യാലയ സ്കൂളിലെയും കുട്ടികൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നല്ല ശക്തമായി വാദിച്ചു. അതായത് ഇതൊരു വലിയ പാഠമാണ്. കാരണം നിങ്ങൾക്ക് ഒരു സങ്കോചമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയ പോരായ്മ എനിക്ക് തോന്നുന്നത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയില്ല, ഒരു നിഗമനത്തിലേക്ക് എത്തിയില്ല. ഇതുകൊണ്ട് ഈ അപമാനിതം ശരിയല്ല എന്നോ അല്ല ഇത് ശരിയാണ് എന്നോ പറയാവുന്ന മട്ടിൽ ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അത് പക്ഷേ സമയക്കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ ധാരാളം തള്ളിക്കയറി വരുമ്പോൾ ഉദ്യോഗം കൊണ്ട് വിഷയം അവതരിപ്പിച്ച് തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ വരുമ്പോഴും സമയം തീരുന്നതിന് മുമ്പായിട്ട് അത് നിഗമനത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് വളരെ ഒരു സംവാദത്തിന് യോഗ്യമായ വിഷയമാണ് എന്ന് ഒരു പക്ഷെങ്കിൽ ഇതിഹാസകാരൻ തന്നെ മനസ്സിലാക്കുന്നുണ്ടാവാം. പക്ഷെ നമുക്ക് ഇതിൻ്റെ പശ്ചാത്തല ഭാഗങ്ങളിലേക്ക് ചിന്തിച്ചു പോകുമ്പോഴേ ഇതിൻ്റെ ധർമാധർമ്മത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഓടിയെത്തുള്ളൂ. അതായത് ഈ പാഞ്ചാലിയുടെ ജന്മം തന്നെ തൻ്റെ പിതാവിന് സംഭവിച്ച അപമാനം തീർക്കാൻ വേണ്ടി നടത്തിയ യജ്ഞഭൂമിയിൽ നിന്നും അഗ്നിയിൽ നിന്നും കത്തിക്കാളുന്ന ഒരു ശരീരമായി ജനിച്ചവളാണ് പാഞ്ചാലി. ഇനിയും ആ പാഞ്ചാലിക്ക് സ്വീകരിക്കേണ്ടത് 5 ഭർത്താക്കന്മാരെയാണ്. ഇത് വാസ്തവത്തിൽ പാഞ്ചാലിക്ക് സംഭവിച്ച 2ാമത്തെ അപമാനമാണ്. ആ ഒരു അനുഭവത്തിൻ്റെ ഫലമാണ് നിറഞ്ഞ രാജസദസ്സിൽ വെച്ച് വീണ്ടും ഒന്നുകൂടി അപമാനിതയായത്. പിന്നെ ഇവിടെ അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വം മാത്രമല്ല പുരുഷത്വമുണ്ട്. പാഞ്ചാലിയേക്കാൾ എത്രയോ അപമാനം സഹിച്ച ആളാണ് യുധിഷ്ഠിരൻ. ആ വേദിയിലിരുന്ന് ഭീമൻ, നകുലൻ, സഹദേവൻ, അർജുനൻ, ഇവരൊക്കെയും എന്താ അപമാനം സഹിച്ചു? ഇവരുടെ അപമാനം വിഷയമല്ലേ? ആണല്ലോ.
അപ്പോൾ ഇവിടെ പുരുഷനായാലും അവമാനിക്കപ്പെടരുത്, സ്ത്രീ ആയാലും അവമാനിക്കപ്പെടരുത്. അത് ശരിയല്ല. അവിടെ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീയും ഒരു സഭയും സദസ്സും ആവരുത് എന്ന് കാണിക്കാനുള്ളൊരു പാഠമാണ്. അന്നത്തെ കാലഘട്ടത്തിലെ ധർമ്മവും അന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യവും സ്വഭാവവും അല്ല ഇന്നുള്ളത്. എത്രയോ മാറിപ്പോയിരിക്കുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഒരു ചെറിയ മുഴക്കോലാണ്, ഇത്രയേ ഉള്ളൂ. ആ മുഴക്കോൽ വെച്ച് നമ്മൾ ഇവരെ അളക്കാൻ പുറപ്പെടുകയാണ്. അപ്പോൾ വ്യാസൻ്റെ ഹൃദയമോ മനസ്സോ ചിന്തയോ ശരിക്കറിയാതെ കണ്ടാണ് നമ്മളിന്ന് അളക്കാൻ പുറപ്പെടുന്നത്. അതുകൊണ്ട് ഈ അളവുകോല് മാറ്റിയിട്ട് വ്യാസൻ്റെ അളവുകോലിനെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചിട്ട് ഈ വിഷയങ്ങളെ നമുക്ക് ന്യായീകരിച്ചിട്ട് വ്യാസൻ്റെ ചിന്തയെ കണ്ടറിഞ്ഞിട്ട് ഏതു പക്ഷത്തിലും എന്താണ് ഒരു ധർമ്മത്തെയും ഒരു പൗരുഷത്തെയും ഒരു സ്ത്രീത്വത്തെയും അപമാനിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് വ്യാസൻ ഈ കഥ ഇങ്ങനെ ആവിഷ്കരിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വാദങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനാവട്ടെ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി അപേക്ഷിക്കാം. താങ്ക് യു സർ. ടീച്ചറെ, മഹാഭാരതത്തിൽ കുറച്ചുകൂടി എത്തിക്കൽ ഡിലമാസ് ആണ്. 2 ശരികളാണ് അവിടെ അടരാടുന്നത്, 2 തെറ്റുകളാണ് അവിടെ അടരാടുന്നത്, അല്ലേ? ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ തന്നെ പാഞ്ചാലി ദുര്യോധനനെ പലയിടത്തും അപമാനിച്ച കഥകൾ നമുക്ക് ഇവർക്ക് ഓർത്തെടുക്കാനുണ്ടായി, അല്ലെ? കർണനെ നാഹം സൂതപുത്രം വരെയാമി, എനിക്ക് സൂതപുത്രനെ വേണ്ടടോ എന്ന് പാഞ്ചാലി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലൂടെ മുഴുവൻ കടന്നു പോകുമ്പോൾ മഹാഭാരതത്തിൽ ഉയർന്നു നിൽക്കുന്നത് തൻ്റെ ആത്മവീര്യം കൊണ്ട് തൻ്റെ സ്വത്വം വീണ്ടെടുത്ത ദ്രൗപദിയെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ വഴിയിലോ ആ യാത്രയിലോ എവിടെയൊക്കെ അപമാനിക്കപ്പെട്ടു, അല്ലെ? പരസ്യമായി സർ പറഞ്ഞ പോലെ ഒരു വേദിയിൽ നിർത്തി വസ്ത്രാക്ഷേപം ചെയ്യുന്ന തലത്തിൽ ലോക ചരിത്രത്തിൽ ലോക സാഹിത്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ഇതിഹാസത്തിൽ സംഭവിച്ചു. ഒരു സ്ത്രീയുടെ വസ്ത്രത്തിൽ എന്താ? അത് അവളുടെ അഭിമാനമാണ്, അല്ലെ? വസ്ത്രം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു രൂപത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്ന നീലയോ ചുമപ്പോ ഉള്ള ഒരു വസ്ത്രം, ശരി. പക്ഷെ അവളുടെ യഥാർത്ഥ വസ്ത്രം എന്ന് പറയുന്നത് അഭിമാനമാണ്. ആ അഭിമാനം സംരക്ഷിക്കാൻ, അംബയുടെ അഭിമാനം സംരക്ഷിക്കാൻ, പാഞ്ചാലിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഒരു മഹായുദ്ധം നടന്നു. ദ്രൗപദിയെ ആരൊക്കെ തൊട്ടോ, ഇതാണ് സ്ത്രീ. അവളെ തൊടുന്നവരൊക്കെ അതിന് ഫലം അനുഭവിക്കും. ഇതൊരു, നിങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു, ഇതൊരു പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടാവണം. എന്നെ തൊട്ടാൽ, എന്നെ ദുഷ്ടമായ ചിന്തയോടുകൂടി എന്നെ നോക്കിയാൽ നീ അനുഭവിക്കും. ഈ അനുഭവമാണ് ഇതിഹാസത്തിൽ നായികാസ്ഥാനത്തേക്ക് ദ്രൗപദിയെ ഉയർത്തി നിർത്തിയത്. അതിന് പകരം ചോദിച്ചു, യുദ്ധക്കളത്തിൽ പകരം ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് അപമാനിക്കപ്പെട്ട സ്വത്വമാണ്, ശരി തന്നെയാണ് നിങ്ങളുടെ പക്ഷം. വീണ്ടെടുക്കപ്പെട്ട സ്വത്വമാണ്, തിരിച്ച അഗ്നി പോലെ തിളങ്ങിയ സ്വത്വമാണ് ദ്രൗപദിയുടേത്, സ്ത്രീയുടേത്. നിങ്ങളുടെ പക്ഷവും ശരി തന്നെയാണ്. ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പോൾ കമൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനി മാർക്സ് ചോദിക്കാം, അല്ലേ? മാർക്സ് തരുന്നത് ടീച്ചർ 20 മാർക്കിലും ബാക്കി 2 പേരും 10 മാർക്കിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ചോദിച്ചാലോ? സ്വാമിജി. ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി, പാലക്കാട്ട് 10-ൽ 8. 10-ൽ 8 മാർക്ക്. GVHSS മങ്കട മലപ്പുറം 10-ൽ 8 തന്നെ. 8 മാർക്ക്. ഓക്കെ, നന്ദി സ്വാമിജി. സർ, ഔട്ട് ഓഫ് 10? 2 സ്കൂളുകാരുടെയും അവതരണ ഭംഗി നന്നായി. പക്ഷെ 2 പേർക്കും നിഗമനത്തിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 പേർക്കും 8 മാർക്ക് തന്നു. ഓക്കെ, ഇപ്പോഴും 2 സ്കൂളുകാർക്കും 8 മാർക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. ഇനി ടീച്ചർ. ഈശ്വര, ഞാൻ ആകെ കഷ്ടത്തിലായില്ലോ. എനിക്ക് 2 പോയിന്റ്സും ഇഷ്ടമായി. എനിക്ക് മുഴുവൻ മാർക്ക് 2 പേർക്കും കൊടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചയുടെ ഒരു വാശിയില്ലേ, ചർച്ചയുടെ ഒരു വീറുണ്ടായിരുന്നില്ലേ, അതൊക്കെ വളരെ പ്രാധാന്യത്തോടെ ഇതിൽ കണക്കാക്കേണ്ടതാണ്. ഞാൻ മങ്കട സ്കൂളിന് 16 മാർക്കും മഹർഷി വിദ്യാലയത്തിന് 17 മാർക്കും തരും. ഓക്കെ, അപ്പൊ നല്ല മാർക്സ് ആണ്. ഇനി ടോട്ടൽ എത്രയായി നമുക്ക് നോക്കണ്ടേ? അപ്പോ നമുക്ക് ടോട്ടൽ സ്കോർ നോക്കാം. GVHSS എത്രയാണ്? 32. ആ, കൂട്ടിക്കഴിഞ്ഞു. 32. ശ്രീ മഹർഷി വിദ്യാലയം 33. നല്ല മാർക്സ് അല്ലേ? ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അടുത്ത റൗണ്ടുകളിൽ നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്ത് വീണ്ടും ഈ ഒരു വേദിയിലേക്ക് വരിക. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം.
ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം ഇതാ മകരവ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ജഡ്ജ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ മുരളിച്ചേട്ടൻ വേദിയിൽ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചേട്ടാ. ഇനി ആരാണ് പെർഫോം ചെയ്യാൻ വരേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു ചിന്മയ വിദ്യാലയ പലാവൂർ. ഭക്തനായ ഹനുമാന്റെ 3 ഭാവങ്ങളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ വീരഹനുമാൻ, ഇത് ഭക്ത ഹനുമാൻ, ഇത് ശൗര്യ ഹനുമാൻ. ജയ് ശ്രീരാം. അങ്ങനെ നമ്മുടെ പെർഫോം ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകൾ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അങ്ങ് പരിചയപ്പെട്ടു തുടങ്ങിയാലോ? എന്താ പേര്? ഹർഷൻ. ഹർഷൻ എത്രാം ക്ലാസ്സിലാ? 8ാം ക്ലാസ്സില്. 8ാം ക്ലാസ്സില്. വൈശാഖ് 6th B. 6th B അല്ല പിന്നെ ഇനി തെറ്റിപ്പോയത് വേറെ വൈശാഖാണോന്ന്? എയും അല്ല സിയും അല്ല, 6th B. അത് ഈ മേക്കപ്പ് ഉള്ളതുകൊണ്ട് ഇനി ആരെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശ്രീമയി. 6B. 6B തന്നെ. നമ്മളൊക്കെ 6Bയുടെ ആൾക്കാരാ. നിങ്ങൾ എന്താ എന്നും സിന്നും ആരെയും വിളിക്കാഞ്ഞ്? വന്നില്ലേ? ഓക്കെ, ഏതൊക്കെ ഭാവങ്ങളാ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വീരം. വീരം. ശൗര്യം. ശൗര്യം. ഭക്തി. ഭക്തി. കൊള്ളാം. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിഹാസ നക്ഷത്രമായ ഹനുമാൻ ത്രേതായുഗത്തിന്റെ പുണ്യമാണ്. സൂര്യശോഭയുള്ള ഇക്ഷ്വാകു വംശത്തിന്റെ രജതശോഭയാർന്ന ശ്രീരാമന്റെ ഹൃദയമായിരുന്നു ഹനുമാൻ. അഞ്ജനാത്മജന്റെ അജേയ ശക്തി ലങ്കേശനായ രാവണനെ വിറപ്പിച്ചു. സൂര്യവംശ രാജാവായ ദശരഥപുത്രൻ ശ്രീരാമന്റെ ദൂതനാണ് ഞാൻ. പ്രാണപ്രിയായ സീതയെ നഷ്ടപ്പെട്ട ഇക്ഷ്വാകു വംശത്തിന്റെ ഉത്തരാധികാരിയായ രാവൻ വിരഹാർത്തനായി കാനനത്തിൽ അലയുകയാണ്. സീത അന്വേഷണാർത്ഥം പുറപ്പെട്ട എനിക്ക് വിന്ധ്യനും തെക്കുള്ള ഈ മനോഹര ഭൂമിയിൽ സീതയെ കണ്ടെത്താൻ കഴിഞ്ഞു. രാക്ഷസിമാരുടെ കാവലിൽ കഴിയുന്ന സീതയെ കണ്ടപ്പോൾ ദുഃഖവും കോപവും ഉണ്ടായി. അതാണ് ഞാൻ പ്രമദവനം നശിപ്പിക്കാൻ ശ്രമിച്ചത്. വധിച്ചു കളയൂ ഈ വാനരരൂപിയെ. രാവണ. ജയ് ശ്രീരാം. ദൂതനെ ആക്രമിക്കുന്നത് ശാസ്ത്രവിരുദ്ധമാണ്. ശ്രീരാമന്റെ ആജ്ഞ പാലിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മറിച്ച് എന്നെ വധിക്കാനാണ് ഭാവമെങ്കിൽ യമപുരം പുൽകാൻ നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളൂ. ശക്തിയായി വീശിയ കാറ്റ് ലങ്ക എന്ന കാനന സ്വർഗത്തെ തെല്ലുനുലച്ചു. ആടിയുലഞ്ഞ ലങ്കയുടെ വിധിക്കുകളെ ഭേദിച്ചുകൊണ്ട് ജംബുമാലി ഹനുമാനെ എതിരിട്ടു. ഹേ ജംബുമാലി, ഇന്ന് നിന്റെ അന്ത്യമാണ്. മാരുതിയോട് ഏറ്റുമുട്ടിയ ആരും വിജയിച്ചിട്ടില്ല. യമലോകത്തേക്കുള്ള നിന്റെ യാത്ര ഇവിടെ തുടങ്ങിക്കോളൂ. ഇതാ ഇവിടെ തുടങ്ങുന്നു ലങ്കയുടെ നാശം. വൃക്ഷങ്ങൾ ഒന്നൊന്നായി പിഴുത് ചുഴറ്റി ജംബുമാലിയെയും അസുരവൃന്ദത്തെയും ആക്രോശിച്ചുകൊണ്ട് ആക്രമിച്ച ഹനുമാൻ വജ്രായുധം കണക്കെ അസുരവംശത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ഹേ ജംബുമാലി, ഇനി നിനക്കൊരവസരമില്ല. നിന്റെ പാളയത്തിൽ കടന്ന് ഞാൻ നിന്നെ വധിക്കുന്നു. ജയ് ശ്രീരാം. ജംബുമാലിയെ വധിച്ചെങ്കിലും കൂടുതൽ കരുത്തരായ രാക്ഷസപ്പടയാണ് പിന്നീട് നേരിടേണ്ടി വന്നത്. ജയ് ശ്രീരാം. ഈ സാലവൃക്ഷങ്ങൾ നിങ്ങളെ ഹനിക്കും. ജയ് ശ്രീരാം. രാവണപുത്ര, ബാഹുബലം കൊണ്ടോ ശസ്ത്രബലം കൊണ്ടോ ഹനുമാനെ തോൽപ്പിക്കാനാവില്ല. അപരാജിതന്റെ വഴിയെ മാത്രമേ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ. എന്നോട് ഏറ്റുമുട്ടിയാൽ നീയും കാലഗതി പ്രാപിക്കും. എന്നാൽ അക്ഷകുമാരൻ ഹനുമാന്റെ പരാക്രമത്തെ എതിരിട്ടു. തുടർച്ചയായ ഏറ്റുശരങ്ങൾ ഹനുമാനെ രക്തത്തിൽ മുക്കി. ഇനി നിന്നെ ഞാൻ വിടില്ല. നിന്റെ സിദ്ധികൾ അഷ്ടസിദ്ധിമാരായ എന്നോട് വേണ്ട. ഇതാ ഈ നിമിഷം നിന്റെ ചേതനയറ്റ ശരീരം ലങ്കയുടെ മണ്ണിൽ പതിക്കും. മകന്റെ മരണവാർത്തയറിഞ്ഞ രാവണൻ ബ്രഹ്മാസ്ത്ര വിദഗ്ധനായ ഇന്ദ്രജിത്തിനെ ഹനുമത് വധം ഏൽപ്പിച്ചു. ക്രുദ്ധനായ ഹനുമാന്റെ ശൗര്യം ഇന്ദ്രജിത്തിനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പ്രേരിപ്പിച്ചു. ബന്ധനസ്ഥനായ കേസരി തനയന് രാവണന്റെ സഭയിലേക്ക് വലിച്ചു കൊണ്ടുവന്നു.
രാവണൻ തന്റെ മന്ത്രി പുങ്കവന്മാരെയാണ് ഹനുമാനെ ചോദ്യം ചെയ്യാൻ നിയോഗിച്ചത്. നീ ആരാണ്? കിഷ്കിന്ധയിൽ നിന്നും വന്നതാണ്. പേര് ഹനുമാൻ. സുഗ്രീവാജ്ഞ അനുസരിച്ച് ലങ്കേശ്വരനായ രാവണനെ മുഖാമുഖം കണ്ടുകളയാം എന്നു കരുതിയാണ് ഞാൻ ബ്രഹ്മാസ്ത്ര ബന്ധിതനായി അഭിനയിച്ചത്. ജാനകിയെ മോചിപ്പിച്ചില്ലെങ്കിൽ രാക്ഷസകുലം മുഴുവൻ നശിപ്പിക്കാനാണ് സുഗ്രീവാജ്ഞ. മനുഷ്യവാനര രൂപിയായ എനിക്ക് രാക്ഷസരാജ്യം തകർത്തെറിയാൻ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. ഹേ രാക്ഷസരാജൻ, അങ്ങയുടെ വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള നാരീരത്നമാണ് സീത എന്ന കാര്യം മറക്കരുത്. കോപാകുലനായ രാവണൻ ഹനുമാനെ വധിക്കാൻ കൽപ്പന കൊടുത്തു. സ്വധർമ്മത്തെയും പ്രജകളെയും രക്ഷിക്കുകയാണ് ഉത്തമനായ രാജാവ് ചെയ്യേണ്ടത്. സൂര്യവംശത്തോട് ഏറ്റുമുട്ടുന്നത് സർവനാശം വരുത്തിവെക്കും. ഇതു കേട്ട ദശമുഖൻ കോപം കൊണ്ട് വിറച്ചുകൊണ്ട് ഹനുമാനെ നോക്കി. തന്റെ മക്കളെ കൊന്ന വാനരനെ ശിക്ഷിക്കുവാൻ തന്നെ രാവണൻ തീരുമാനിച്ചു. സോദരനായ വിഭീഷണന്റെ ഇടപെടൽ ശിക്ഷയുടെ തീവ്രത കുറച്ചു. വാലിനു തീ കൊളുത്തി ലങ്കാനഗരിയിലൂടെ നടത്തിക്കുക എന്ന തീരുമാനത്തിലെത്തി രാവണൻ. ഉത്തരവ് നടപ്പാക്കാൻ വന്ന രാക്ഷസ പടയാളികൾ ഹനുമാന്റെ വാലിൽ എണ്ണയും നെയ്യും പുരട്ടിയ തുണികൾ വരിഞ്ഞുകെട്ടി തീ കൊളുത്തി. ലങ്കാപുരി മുഴുവൻ കാണാനുള്ള അവസരമാണിത്. ശാന്തനായി രാക്ഷസന്മാരുടെ ആജ്ഞകൾക്ക് വഴങ്ങുന്നതാണ് നല്ലത്. ഓ, വിഭീഷണന്റെ കൊട്ടാരമാണിത്. ധർമ്മിഷ്ഠർ നശിക്കാൻ പാടില്ല. ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. ലങ്കാനഗരം സുപരിചിതമായി കഴിഞ്ഞു. ആരാലും കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നു കരുതിയ ലങ്കാ നഗരത്തെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു. ജാനകി സുരക്ഷിതയാണ്. ചുറ്റുമുള്ള അശോക വൃക്ഷങ്ങൾ അഗ്നിയിൽ വെന്തമരുമ്പോഴും സീത ഉപവിഷ്ടയായിരിക്കുന്ന ശിംശിബ വൃക്ഷച്ചുവട് അഗ്നി ഏൽക്കാതെയിരിക്കുന്നു. അരിഷ്ടപർവ്വതത്തിലേക്ക് പോകുന്നതിന് മുൻപ് വാലിലെ തീ അണയ്ക്കണം. ജയ് ശ്രീരാം. ധന്യോസ്മി. സീതയെ അപഹരിച്ച രാവണന്റെ ലങ്കാനഗരം തകർത്തിരിക്കുന്നു. രാക്ഷസന്മാർ വാലിൽ കൊളുത്തിയ തീ ലങ്കാപുരിയെ മരുപ്പറമ്പാക്കി. രാക്ഷസകുലം ശ്രീരാമന്റെ യുദ്ധവീര്യത്തിനു മുന്നിൽ തകർന്നടിയും. ജാനകി സുരക്ഷിതയാണ് രാവണ. വനവാസം കഴിഞ്ഞെത്തിയ രാമൻ ഹനുമാനെയും ഒപ്പം കൂട്ടി അയോധ്യയുടെ പവിത്ര മണ്ണിൽ ശ്രീരാമസമേതനായി എത്തിച്ചേർന്ന മാരുതി പുണ്യാതിരേഖത്താൽ വികാരഭരിതനായി. ത്രേതായുഗം അനശ്വരമായിരിക്കുന്നു. എന്റെ ജീവിതം കൃതാർത്ഥമായി. രാവണവധം അവതാര ലക്ഷ്യമായി ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ നാരായണൻ സൂര്യവംശജാതനായി പിറന്ന മണ്ണാണിത്. രാമാ, ജഗത് പ്രഭോ. മിഥിലേശ്വരിയായ ജാനകി സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. എന്റെ എളിയ ശ്രമങ്ങൾ സീതയെ കണ്ടെത്താൻ പ്രഭുവിനെ സഹായിച്ചു എന്നത് തന്നെ മഹാപുണ്യമാണ്. രഞ്ജനാദ്രിയിൽ പിറന്ന എനിക്ക് ശ്രീരാമനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ്, അനുഗ്രഹമാണ്. രാമാ, ജഗത് പ്രഭോ. സൂര്യവംശത്തിന്റെ ചെങ്കോലും കിരീടവും ഇനി രാമന് സ്വന്തം. സുഗ്രീവാജ്ഞ അനുസരിച്ചാണ് ഞാൻ രാമദൂതനായി ലങ്കയിലേക്ക് പോയത്. ഇപ്പോൾ രാമന്റെ ഹൃദയത്തിലാണ് എനിക്ക് സ്ഥാനം. രാമ, അങ്ങേ കൂടാതെ ഹനുമാന് ജീവിതമില്ല. രാമനല്ലാതെ മറ്റൊരു പ്രഭുവുമില്ല ഹനുമാന്. ത്രേതായുഗം അഞ്ജനാതനയന് രാമനെ പൂജിക്കാനുള്ള കാലഗതിയാണ്. എല്ലായിടത്തും ആഘോഷമാണ്. ത്രേതായുഗത്തിന്റെ സാക്ഷ്യമായി ഹനുമാൻ എല്ലാം നോക്കി നിന്നു. പിറന്നു വീണപ്പോളെ സൂര്യഗോളത്തെ വിഴുങ്ങാനായി പുറപ്പെട്ട ചരിത്രമാണ് എന്റേത്. ജന്മജാത വീര്യവാൻ. രാമനോടുള്ള എന്റെ ഭക്തി അചഞ്ചലമാണ്. ആരാലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അനിഷേധ്യമായ കൂറ് പുണ്യവാഹിനിയായ സരയൂവിന്റെ ഓളപ്പരപ്പുകൾക്ക് പോലും അറിയാം. രാമലക്ഷ്മണന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ദ്രോണഗിരിയിൽ പോയി മൃതസഞ്ജീവനി എത്തിച്ചത്. മാരീചന്റെ പിതാവായ കാലനേമിയെ വധിക്കുമ്പോൾ പോലും രാമനായിരുന്നു ഹൃദയം മുഴുവൻ. രാമാ, രാമാ, ജഗത് പ്രഭോ.
രാമാ ജയ് ശ്രീരാം. ദേവതകൾ പുഷ്പവൃഷ്ടി നടത്തി അയോധ്യയെ അനുഗ്രഹിച്ചു. ധന്യനായ ഹനുമാൻ കണ്ണുകൾ അടച്ച് മാതാവായ അഞ്ജനയെയും വായു ഭഗവാനെയും ആദിത്യനെയും സ്തുതിച്ചു. ഭഗവാനെ രാമ, ദാ ഞാൻ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നു. ജന്മം സഫലമായി. ത്രൈതായുഗമേ നീ സാക്ഷി. രാമനില്ലാത്ത വൈകുണ്ഠം പോലും എനിക്ക് ചിന്തിക്കാനാവില്ല. അവിടെ രാമ എന്ന് വിളിക്കാനുള്ള അവസരവുമില്ല. രാമ. വായു നിലച്ച പ്രകൃതി നിശബ്ദമായി. ഓക്കെ, അങ്ങനെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാനല്ലല്ലോ അഭിപ്രായം പറയണ്ടേ, എനിക്കിഷ്ടായി. ഞാൻ അവർക്ക് ഇഷ്ടമായി എന്നുള്ളതാണ് വിഷയം. ഒന്നുമില്ലെങ്കിലും നെഞ്ചൊക്കെ ഇങ്ങനെ തുറന്ന് കാണിച്ചല്ലേ, അതിനുള്ള എന്തെങ്കിലും റിസൾട്ട് അവിടെ നിന്നുണ്ടോ നോക്കണ്ടേ? നമുക്ക് കമന്റ്സ് ചോദിച്ചാലോ? ഓക്കെ സ്വാമിജി. 3 പേരും സന്ദർഭോചിതമായിട്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. ഒരു വാനരന് ഒരു ദേവനായിട്ട് ഉയരാനുള്ള സാധ്യത വാൽമീകി മഹർഷി രാമായണത്തിൽ ഹനുമാന് നൽകുന്നുണ്ട്. ശ്രീരാമനുമായിട്ടുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ, ആ കണ്ടുമുട്ടലിൽ തന്നെ ഹനുമാന് മനസ്സിലായി ആരായിരിക്കണം എൻ്റെ നാഥൻ, എൻ്റെ നേതാവ്. അങ്ങനെ ഹനുമാൻ വളരുകയാണ്. അതുവരെ ഹനുമാനിൽ ഉറങ്ങിക്കിടന്ന ആ ശക്തിവിശേഷങ്ങൾ രാമസമ്പർക്കത്തോടുകൂടി ഉണരുകയാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾക്കും ചെറുപ്പത്തിലേ നമ്മൾ നൽകേണ്ടത് ഒരു വലിയ ലക്ഷ്യമാണ്, ഒരു വലിയ ആശയമാണ്. ചെറിയ ചെറിയ ആശയങ്ങളുമായിട്ട് അല്ല അവർ പൊരുത്തപ്പെടേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ജീവിത ലക്ഷ്യമാക്കിയിട്ട് എടുക്കേണ്ടത് ഒരു മഹത്തായിട്ടുള്ള ആശയം, മഹത്തായിട്ടുള്ള ആദർശം, മഹത്തായിട്ടുള്ള ലക്ഷ്യം ആണ് അവരെ നയിക്കേണ്ടത്, ഭരിക്കേണ്ടത്, സ്വാധീനിക്കേണ്ടത്. 3 കുട്ടികൾക്കും എൻ്റെ ഹൃദയംഗമമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ. രാമായണത്തിൽ എൻ്റെ പകുതി ഭാഗം കഴിഞ്ഞ് കണ്ടുമുട്ടുന്ന ഒരു ഉഗ്ര കഥാപാത്രമാണ് ഹനുമാൻ. ആ ഹനുമാൻ്റെ അനേക ഭാവങ്ങൾ രാമായണത്തിൽ നമുക്ക് കണ്ടെത്താം. കിഷ്കിന്ധകാണ്ഡം മുതൽ യുദ്ധകാണ്ഡം വരെ ഓരോ സന്ദർഭത്തിലും. അതിൻ്റെ പ്രധാനപ്പെട്ട 2-3 ഭാവങ്ങൾ, ഏറ്റവും പ്രധാനം ഭക്തിയാണ്, അതിനുശേഷം വീരം, അതിനുശേഷം ശൗര്യം. ഈ 3 ഗുണങ്ങളെക്കുറിച്ചാണ്. വാസ്തവ ഭാവങ്ങളൊക്കെ കൂടുതൽ അത് ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങൾ എങ്ങനെ ആണ് ഹനുമാൻ എന്ന വ്യക്തിയിൽ ഒന്നിച്ചു കൂടി ചേർന്നിരിക്കുന്നതെന്ന് 3 ഭാവത്തെ, 3 ഗുണങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് 3 കുട്ടികളും അവരവരുടെ കഴിവനുസരിച്ച് അവരത് മനോഹരമാക്കി മാറ്റി. എല്ലാ കുട്ടികൾക്കും അതിനുള്ള അഭിനന്ദനങ്ങൾ. സുഗ്രീവ സഖ്യം മുതൽ ഓരോ സന്ദർഭത്തിലും രാമനോടുള്ള തൻ്റെ ഏറ്റവും ഉറച്ച ഭക്തിഭാവത്തെ എപ്പോഴും പ്രകടമാക്കുന്നുണ്ട്. ആ ഭക്തി കൊണ്ട് മാത്രമാണ് വീരതയും ശൗര്യവും അദ്ദേഹം ഉണ്ടാകാൻ കാരണം. മനുഷ്യ ജീവിതത്തിൽ ഭക്തിയുടെ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ എന്താണ് സാധിക്കാത്തത്? ഏത് മലയിൽ കയറി ഏത് ഔഷധം വേണമെങ്കിൽ കണ്ടെത്തി കൊണ്ടുവന്ന് ആരെ ജീവിപ്പിക്കാനും കഴിയും എന്ന് ഓരോരോ സന്ദർഭത്തിൽ തെളിയിച്ച് കാണിച്ചത് ഭക്തിഭാവത്തിൻ്റെ ഒരു ദൃഢിമയാണ്. ഇന്ന് നമുക്കുള്ള ഭക്തി അത്ര ദൃഢമല്ല, പിന്നെന്താണ്, ചഞ്ചലമാണ്. ചാഞ്ചല്യമില്ലാത്ത ദൃഢിഷ്ടമായ ഭക്തി ഉറച്ചെങ്കിൽ എന്താണ് ആർക്കും സാധിക്കാനാവാത്തതെന്ന് ഒരു കഥാപാത്രത്തെ കൂടി രാമായണം നമ്മുടെ മുമ്പിൽ ആവിഷ്കരിച്ചു. ഈ ഭാവങ്ങൾ ഈ കുട്ടികളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ. നന്നായിരുന്നു കേട്ടോ. എനിക്ക് കുട്ടിക്കാലത്തെ എനിക്ക് രാമായണത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഹനുമാനായിരുന്നു. അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ അമ്മയുടെ സാരിയുടെ ഒരു കഷ്ണമൊക്കെ എടുത്തിട്ട് വാല് പോലെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതൊക്കെ ചുഴറ്റിക്കൊണ്ട് നടക്കുമായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. പക്ഷെ പിന്നീട് ഹനുമാനെ ഞാൻ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാ അറിയോ? അന്ന് ഭയങ്കര പരാക്രമമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ടത്. പക്ഷെ പിന്നെ 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 ഹനുമാന്റെ ജീവിതത്തിലെ കുറേ ഈ പറഞ്ഞ പോലെ കുറേ ഹനുമാന്റെ ഭാവങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ലേ? ബുദ്ധി, ബലം, യശസ്, ധൈര്യം, നിർഭയത്വം, അരോഗത, അജാഡ്യം, വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഇങ്ങനെ കുട്ടികളായിക്കൊണ്ട് മുത്തശ്ശിമാര് ചൊല്ലിക്കും. അപ്പോ
ഇത്തരത്തിൽ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാളാണ് ഹനുമാൻ. ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ചതിലെ ഒരു രീതി എനിക്ക് വലിയ ഇഷ്ടമായത്, ആദ്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് എന്താ? കർമ്മകുശലതയാണ് നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. ബാഹ്യമായ ശൗര്യം കാണിച്ചു, കുറച്ചുകൂടി ഹനുമാന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇന്നർ ക്വാളിറ്റിയായ വീര്യം എന്ന ഭാവത്തെ കാണിച്ചു. വീരനായത് കൊണ്ടാണ് ഹനുമാന് ശൗര്യപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനം കാണിച്ചത് ഹനുമാൻ വീരനായത്, ഹനുമാന് ശൗര്യമുണ്ടായത്, ഹനുമാൻ ധീരനായത്, ഹനുമാൻ എന്തും ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടായത് ഹനുമാൻ ഭക്തനായത് കൊണ്ടാണ് അല്ലേ? അപ്പൊ ഏറ്റവും ഇന്നറായിട്ടുള്ള ഭക്തിയാണ് ഹനുമാനെ വീരനാക്കിയത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിനയവും നിങ്ങളുടെ ഈ തീമും എനിക്ക് നല്ല ഇഷ്ടമായി. അഭിനന്ദനങ്ങൾ. താങ്ക് യു ടീച്ചർ. മുരളി ചേട്ടാ. എല്ലാ കുട്ടികൾക്കും നമസ്കാരം. നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ പറയാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള പാഠമാണ് കേട്ടോ. അതങ്ങനെ തന്നെ എടുക്കണം. കുറച്ചുകൂടി എത്ര റിഹേഴ്സൽ ചെയ്തു എല്ലാവരും കൂടിയിട്ട്? കുറേ ദിവസം, എന്നാലും ഒരു 10 ദിവസം 8 ദിവസം അതിനെക്കാട്ടിലും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് 3 പേരും ഡയലോഗ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡയലോഗിൽ യാതൊരു ശങ്കയും ഉണ്ടായിരുന്നില്ല, അസലായിരുന്നു. അവിടെയാണ് ഞാൻ അഭിനന്ദിച്ചത്. അതൊരു എഫേർട്ടാണ്. ആ എഫേർട്ടിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഹനുമാനാവുക എന്നുള്ളതാണ്. അവിടെ ആവുന്നേ ഉള്ളൂ, അത് പാകമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് എത്ര റിഹേഴ്സൽ ചെയ്തു എന്ന് ചോദിച്ചു. അടുത്ത സ്റ്റെപ്പാണത്. ആദ്യം ഞാൻ നല്ല സാധനം എഴുതിയിട്ടുള്ളത് ക്യൂട്ട് ഹനുമാൻസ് എന്നാണ് ഞാൻ എഴുതി. 3 കുട്ടി ക്യൂട്ട് ഹനുമാൻസ് ആണ് നമ്മൾ കണ്ടത്. അതിനൊരു സുഖം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഏറ്റവും ചെറിയ ഹനുമാൻ ക്യൂട്ടായിരുന്നു കേട്ടോ. പേരെന്താണ്? ശ്രീമയി. മനസ്സിലായിരുന്നു. ഓക്കെ. പിന്നെ മൊത്തമായിട്ട് പറയുന്നതാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രോപ്പർട്ടീസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള ഈ പാറ എന്ന് പറയുന്ന പാറയല്ല, അതൊരു പൾപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സെറ്റ് പ്രോപ്പർട്ടി ആണെന്ന് നമുക്കറിയാം. പക്ഷെ അതിനെ എടുക്കുന്നതും പൊക്കുന്നതും തൂക്കുന്നതും എറിയുന്നതും അതൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. ശ്രേഷ്ഠ ഭാരതം പോലെയുള്ള ഒരു പരിപാടിയിൽ അക്ഷരശുദ്ധി അത്യാവശ്യമാണ്. ഇവരാരും എന്നോട് യോജിക്കില്ല, കാരണം അവർ സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട്. കാരണം എല്ലാവരും അക്ഷരശുദ്ധിയുടെ ആശാന്മാരാണ്. ഈ നറേഷനും ആക്ഷനും അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കണോ ഇത് ശ്രദ്ധിക്കണോ എന്നുള്ളത് വരരുത്, മനസ്സിലായോ? അതും ഇതും കൂടി കോർഡിനേറ്റ് ചെയ്ത് പോകണം. അവിടെ റിഹേഴ്സൽ കുറവാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾക്ക് റിഹേഴ്സൽ കിട്ടിയിട്ടുണ്ടാവും. നറേറ്റ് ചെയ്ത ആളുടെ പേരെന്താണ്? ശ്രദ്ധ. ശ്രദ്ധയും നിങ്ങളും തമ്മിലുള്ള ആ കോർഡിനേഷൻ എന്ന് പറയുന്നത് കുറെ കൂടി നന്നാവണം. അപ്പോൾ നമ്മുടെ മെയിൻ ടാസ്ക് ഇതാണ്. ഏത് അങ്കിൾ പറയുന്നത് മനസ്സിലാവുണ്ടോ? അതായത് ടു ബിക്കം ദ ക്യാരക്ടർ, അതാവുക, അതായി തീരുക. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ മറ്റൊരാളായി തീരുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി ചേട്ടാ. അപ്പൊ കമന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ മാർക്സ് ചോദിക്കാം. ഓക്കെ, സ്വാമിജി, ഔട്ട് ഓഫ് 10? 10 7 മാർക്ക്. വിശ്വനാഥൻ സർ, ഔട്ട് ഓഫ് 10? 10 7 മാർക്ക് തന്നെ. 10 7 മാർക്ക്. ടീച്ചർ 6.5. 6.5 ഔട്ട് ഓഫ് 10. മുരളി ചേട്ടാ, ഔട്ട് ഓഫ് 20? 20 12 മാർക്ക്. 20 12 മാർക്ക്. അപ്പോൾ ഇനി ടോട്ടൽ മാർക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ മാർക്ക് 32.5 ആണ്. കുഴപ്പമില്ല, നമുക്കധികം പരിചയമില്ലാത്തൊരു സംഭവമല്ല നമ്മൾ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇത്രയും വാങ്ങിച്ചില്ലേ അല്ലേ? ഇനി നമുക്ക് അടുത്ത റൗണ്ടുകൾ വരുമ്പോൾ ഇതിനേക്കാളും നമ്മൾ പൊളിക്കും അല്ലേ? അത്രേ ഉള്ളൂ കാര്യം. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഇതുപോലെ നല്ല നല്ല പെർഫോമൻസ് ഇനിയും നമ്മൾ അല്ലേ ക്രിയേറ്റ് ചെയ്യുക, നന്നായിട്ട് എഫേർട്ട് ഇടുക. അപ്പോൾ ഇനി നല്ല നല്ല പെർഫോമൻസ് ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത റൗണ്ടുകളിൽ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ഇന്നത്തെ 2 റൗണ്ടിൽ ആദ്യത്തെ വജ്രവ്യൂഹത്തിൽ ഹസ്തിനപുരയിൽ അപമാനിക്കപ്പെട്ട സ്ത്രീത്വം എന്ന വിഷയത്തിന് ആസ്പദമാക്കിയുള്ള ഒരു ഡിബേറ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമത്തെ റൗണ്ടായിട്ടുള്ള മകരവ്യൂഹത്തിൽ ഹനുമാന്റെ 3 ഭാവങ്ങൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി. ശുഭദിനം.